Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 പോട്ട്ലി റൈസും ചിക്കൻ 65ന്റെ ബിരിയാണി കേക്കുമാണ്. ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ സോൾട്ട്, പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ തൈര്, 1 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1 മണിക്കൂറത്തേക്ക് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് സെയിം ഓയിലിൽ തന്നെ ഉള്ളിയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയൊരു പാന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാനൊരു 12 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം, 3 ഏലക്ക, 5 ഗ്രാമ്പു, 4 ചെറിയ പീസ് പട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പും 2 ബേ ലീഫും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ഗ്ലാസ് അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് ഇതിലത്തെ വെള്ളമെല്ലാം സെപ്പറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഡോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിവിടെ ഒരു പാന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉള്ളി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 7 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡോ പരത്തിയെടുക്കാം. ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു കളർ വരാൻ വേണ്ടിക്ക് മാത്രമാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കുറച്ച് കസൂരി മേത്തി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ 65 ബിരിയാണി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ കുറച്ച് ഫ്രൈഡ് ഓണിയൻസും അതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയാൻഡറും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു അലുമിനിയം ഫോയിൽ യൂസ് ചെയ്ത് കവർ ചെയ്യാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ 65 പോട്ട്ലി റൈസും ഇപ്പോൾ ഉണ്ടാക്കിയതും കൂടിയിട്ട് ഓവനിൽ വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആണ് ഇത് കുക്ക് ചെയ്യേണ്ട ടൈം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 പോട്ട്ലി റൈസും ചിക്കൻ 65 ബിരിയാണി കേക്കും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.